വീഡിയോന്റെ താഴെ കമന്റ് ബോക്സിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് കൈപ്പലയുടെ പുറകിലായിട്ട് ഇരുവശത്തും വേദനയും തരിപ്പും അനുഭവപ്പെടുന്നു. ഇതിനായിട്ട് എന്ത് ചികിത്സകൾ സ്വീകരിക്കണം ഡോക്ടറെ എന്ന് ചോദിച്ചിരുന്നു. ലക്ഷണങ്ങളിലൂടെ ഇത് ഒരു വാതരോഗമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അവിടെ വേദനയും തരിപ്പും അനുഭവപ്പെടുന്നത്. ഈ രോഗി 40-ലധികം പ്രായമുള്ളവരാണെങ്കിൽ ഇത് വാദസംബന്ധമായ രോഗമായതുകൊണ്ടും രോഗതീവ്രത അല്പം കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇത് തെറ്റായ സിറ്റിംഗ് പോസ്റ്റേഴ്സ് വഴി, അതായത് തെറ്റായ രീതിയിൽ ഇരിക്കുക വഴി, അതല്ലെങ്കിൽ തുടർച്ചയായിട്ട് കുനിഞ്ഞിരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നവര്, ഉദാഹരണത്തിന് IT പ്രൊഫഷണൽസ്, അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവര്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, ബാങ്ക് എംപ്ലോയീസ്, കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്നവർ, ഇത്തരക്കാർക്ക് ഈ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരുപക്ഷെ പാരമ്പര്യ ഘടകങ്ങളായിട്ട് വാദസംബന്ധമായ രോഗാവസ്ഥകൾ ഉള്ളവരായിരിക്കാം. അതല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകളോ ആക്സിഡന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഈ രോഗാവസ്ഥയിൽ തരിപ്പ് കാണുന്നു എന്ന് പറയുമ്പോൾ അവിടെ വാദം വർദ്ധിക്കുകയും ആ ശരീരകോശങ്ങളിലും നട്ടലിനിടയ്ക്കുള്ള സ്പൈനൽ കോഡിനോടും അതിനോടനുബന്ധിച്ചുള്ള ഫ്ലൂയിഡൊക്കെ കുറഞ്ഞു വരുന്നു, ക്ഷയിക്കുന്നു, രൂക്ഷത ഡെവലപ്പ് ചെയ്യുന്നു. അതുവഴി ഡിസ്കിനൊക്കെ ഡീജനറേഷൻ സംഭവിക്കുന്നു. ഡിസ്ക് ബൾജ്, പ്രൊട്രൂഷൻ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. തേയ്മാനം സംഭവിക്കാം, സ്റ്റിഫ്നെസ് ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെ ഇതിനോടനുബന്ധിച്ച് കാണുന്ന ലക്ഷണങ്ങളാണ്. ചിലപ്പോൾ രക്തപരിശോധനയിൽ വൈറ്റമിൻ D കുറവായിരിക്കാം, കാൽസ്യം കുറവായിരിക്കാം, ബോൺ ഡെൻസിറ്റി കുറവായിരിക്കാം. ഇതൊക്കെ ശരീരത്തിൽ വാദം വർദ്ധിക്കുന്നതുകൊണ്ടാണ്. ഇവർക്ക് തീർച്ചയായിട്ടും സൂര്യ നമസ്കാരം പോലുള്ള വ്യായാമ മുറകൾ ശീലിക്കുന്നത് നന്നായിരിക്കും. തുടർച്ചയായിട്ട് കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടെ ബ്രേക്ക് എടുക്കുന്നതിനും ഓരോ അരമണിക്കൂറിലും ഒരു 2 മിനിറ്റ് സമയത്തേക്കെങ്കിലും ഒരു ബ്രേക്ക് എടുക്കുകയും ഒരു ബാക്ക്വേർഡ് ആർച്ചിങ്, പുറകിലേക്ക് വളഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കുന്നതും സഹായകരമായേക്കാം. അതുപോലെ വേദനയുണ്ടെന്ന് പറയുമ്പോൾ, വാദം വർദ്ധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചൂട് പിടിക്കുന്നത് നല്ലതാണ്. അനുയോജ്യമായിട്ടുള്ള തൈലങ്ങൾ, അതിപ്പോൾ രസതൈലോ, കൊട്ടൻ ചുക്കാതി തൈലോ, സഹജരാതി തൈലോ, പ്രപഞ്ചനം തൈലോ ഒക്കെ നിർദ്ദേശിക്കാറുണ്ട്. അതൊരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ടേഷൻ സമയത്ത് തീർച്ചയായിട്ടും നിശ്ചയിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തൈലങ്ങൾ ചൂടാക്കിയതിനു ശേഷം ദേഹത്താസകലം അഭ്യംഗം ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകമായിട്ട് പ്രാദേശികമായിട്ട് വേദനയും തരിപ്പുള്ള ഭാഗങ്ങളിൽ കൂടെ പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. ജോലി സമയത്തിന് ശേഷം കമഴ്ന്ന് കിടന്നുകൊണ്ട് ഒരു കഷ്ണം പഞ്ഞിക്കഷ്ണം വെട്ടിയെടുത്തിട്ട് ഈ തൈലങ്ങൾ ചൂട് പിടിപ്പിച്ച് അതിൽ മുക്കി ആ വേദനയും തരിപ്പും അനുഭവപ്പെടുന്ന ഭാഗത്ത് പതിച്ചിട്ട് ഒരു 20 മിനിറ്റ് സമയം കമഴ്ന്ന് കിടക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഇതിന് പിജു, പ്രാദേശികം പിജു എന്നാണ് ഈ ചികിത്സാ രീതിക്ക് ആയുർവേദത്തിൽ പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് ആ തൈലം ഉള്ളിലേക്ക് കൂടുതലായിട്ട് ആഗിരണം ചെയ്യുന്നതിനും വാദദോഷത്തെ നിയന്ത്രിക്കുന്നതിനും ആ ലൂബ്രിക്കേഷൻ വീണ്ടെടുക്കുന്നതിനും അതുവഴി ഈ വേദനയും തരിപ്പും കുറഞ്ഞു വരുന്നതിന് സഹായകരമാവുന്നതാണ്. പുറമേക്ക് തൈലങ്ങൾ നിശ്ചയിക്കുന്നത് പോലെ തന്നെ ഉള്ളിലേക്ക് വേണ്ടതായ കഷായ ഔഷധങ്ങൾ നിശ്ചയിക്കേണ്ടതായിട്ട് വരും. അത് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിശ്ചയിക്കേണ്ടതാണ്. നമ്മുടെ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ചെയ്യുന്നതിനായിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷനോ ഡയറക്റ്റ് കൺസൾട്ടേഷനോ ബുക്കിങ്ങിനായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ കമന്റിട്ട രോഗി നിവർന്നു കിടക്കുമ്പോൾ വേദനയ്ക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം സെർവിക്കൽ ബോൺസിന് കംപ്രഷൻ ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അതുവഴി ആ പ്രദേശത്തുള്ള ഞരമ്പുകളിലേക്ക് വേണ്ടതായ നെർവ് സപ്ലൈ കിട്ടാതെ വരുന്നു. അതുവഴിയാണ് ഈ തരിപ്പ് അനുഭവപ്പെടുന്നത്. ഇവിടെ വാദം കലശലായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത്തരക്കാര് ഉറക്കുളപ്പും തണുത്ത വെള്ളവും തണുത്ത പാനീയങ്ങളും ഒക്കെ ശീലിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. തണുപ്പ് തട്ടും തോറും ശരീരത്തിൽ വാദം വർദ്ധിക്കും. വാദം വർദ്ധിക്കും തോറും ഈ രൂക്ഷത കൂടും, തരിപ്പ് കൂടും, വേദന കൂടും. അതുപോലെ തന്നെ ഉറക്കിളപ്പ്, രാത്രികാലങ്ങളിൽ ഉറങ്ങാതിരിക്കുന്നതും ലേറ്റ് നൈറ്റ് സ്ലീപ്പും ഒക്കെ തീർച്ചയായിട്ടും വാദത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അതെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണപദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ കുളിക്കുന്നതിനുള്ള വെള്ളം, കുടിക്കുന്നതിനുള്ള വെള്ളം എല്ലാം തന്നെ ചൂടോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചൂട് തട്ടുമ്പോൾ വാദത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിനും വാദം ശമിക്കുന്നതിന് സഹായകരമാകുന്നു. അതുവഴി ഈ വേദനയും തരിപ്പും കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. ലഘുവായ വ്യായാമം നന്നായിരിക്കും. അതിനായിട്ട് സൂര്യ നമസ്കാരം പോലുള്ള യോഗാഭ്യാസന മുറകൾ ഒരു യോഗ മാസ്റ്റർ കീഴിൽ അഭ്യസിച്ചതിന് ശേഷം നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. മുന്നോട്ട് കുനിഞ്ഞിരുന്ന് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ബാങ്ക് എംപ്ലോയീസ്, കാഷിയേഴ്സ് ഇത്തരക്കാരൊക്കെ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ ചികിത്സ സ്വീകരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. ഈ വേദനകളും തരിപ്പും ഒക്കെ മറ്റ് ജോയിന്റ്സിലേക്ക്, പ്രത്യേകിച്ച് കൈവിരലുകളിലേക്ക്, കൈന്റെ കണ്ണി, കൈമുട്ട്, കഴുത്ത്, ലോവർ ബാക്ക് എന്നീ ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ ഇടയുണ്ട്. ഇത്തരം രോഗാവസ്ഥയിൽ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സംഗതികളെല്ലാം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. പക്ഷെ ഇതുകൊണ്ട് മാത്രമാവില്ല. തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടർ കൺസൾട്ടേഷന് ശേഷം വേണ്ടതായ ചികിത്സകൾ സ്വീകരിക്കേണ്ടതാണ്. ഇത്തരം രോഗാവസ്ഥയിൽ ചികിത്സിക്കുന്ന കൂട്ടത്തില് നെറുകയിലേക്ക് തൈലിടുന്നത് പോലും ഇത്തരം രോഗാവസ്ഥയിൽ വളരെയധികം ഫലപ്രദമാണ്. 1.25 ദിവസമോ 4 ദിവസത്തിൽ ഒരിക്കലോ തലയ്ക്കൊരു എണ്ണ തേച്ച് കുളിക്കുന്നത് പോലും ശീലമാക്കേണ്ടതുണ്ട്. തലയ്ക്കെണ്ണ നിശ്ചയിക്കുന്നതിനായിട്ട് ഒരു കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും. തണുപ്പ് ഏൽക്കുന്നത്, തണുത്ത കാറ്റ് കൊള്ളുന്നത്, മഞ്ഞ് കൊള്ളുന്നത്, സ്വിമ്മിംഗ് പൂളിലും ഷവർ ബാത്തിലും ഒക്കെ കുളിക്കുന്നത്, പതിവായിട്ട് നിത്യേന തല കുളിക്കുന്നത് ഒക്കെ ഇത്തരക്കാരെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തെറ്റായ പോസ്റ്റേഴ്സിൽ ഇരിക്കുന്നത്, പില്ലോയൊക്കെ മടക്കിയും ചുരുട്ടിയൊക്കെ വെച്ച് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടക്കുന്നതും, ലാപ്ടോപ്പ് ഒക്കെ മടിയിൽ വെച്ച് വളഞ്ഞ് റാ
പോലെയൊക്കെ കിടന്ന് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്തരം രോഗാവസ്ഥകൾ കൂട്ടുന്നതിന് ഇടയാക്കും. ഇത്തരം കേസുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം വർക്ക് ഫ്രം ഹോം കൂടുതലായതുകൊണ്ടായിരിക്കാം ഇത്തരം രോഗികളുടെ എണ്ണം കൂടുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്ന രോഗികൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് കാണാറുണ്ട്. അതുപോലെ MRI ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സെർവിക്കൽ ബോൺസിനൊക്കെ തേയ്മാനവും പ്രൊട്രൂഷനും ബൾജും ഇത്തരം സംഗതികളൊക്കെ കണ്ടുവരാറുണ്ട്. ഇതിനെല്ലാം തന്നെ മൂലകാരണം ശരീരത്തിൽ വാദം വർദ്ധിക്കുന്നു. വാദം വർദ്ധിക്കാനായിട്ട് വാദം വർദ്ധിപ്പിക്കുന്നതായ ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ എല്ലാം ശീലിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ വാദത്തെ നിയന്ത്രിക്കുകയാണ് ഈ രോഗാവസ്ഥയ്ക്ക് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട സംഗതി. വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.